ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്റർ 6 ലെവറേജ് അനാലിസിസ്. ക്ലാസ്സിലോട്ട് കിടക്കാം. വാട്ട് യു മീൻ ബൈ ലെവറേജ്? ലെവറേജ് എന്ന് പറയുന്നത് ദ എബിലിറ്റി ടു മൾട്ടിപ്ലൈ സർട്ടൺ എഫേർട്സ്. അതായത് നമ്മളൊരു ഓർഗനൈസേഷൻ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ എത്രത്തോളം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നു, എത്രത്തോളം നമുക്ക് ഇൻക്രീസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു, അതിനെയാണ് ലെവറേജ് എന്ന് പറയുന്നത്. ദ എബിലിറ്റി ടു മൾട്ടിപ്ലൈ ഓർ ടു ഇൻക്രീസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്, ദ പ്രോഫിറ്റ് ഫ്രം ദ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനാണ് ലെവറേജ് അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി എബിലിറ്റി ഓഫ് എ ഫേം to use a fixed cost asset or fund in order to increase the return to its shareholders. Leverage എന്ന് പറയുന്നത് the ability, the efforts done by an organization to use our asset, നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ, നമ്മുടെ കയ്യിലുള്ള അസറ്റ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് നമ്മൾ എങ്ങനെ അത് യൂസ് ചെയ്യുന്നു, അത് എങ്ങനെ അത് യൂസ് ചെയ്തിട്ട് സോ ദാറ്റ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ റിട്ടേൺ ടു ബി പ്രൊവൈഡഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് അവർക്ക് പ്രോഫിറ്റ് ലഭിക്കാൻ വേണ്ടിയാണ്, അവർക്ക് റിട്ടേൺ ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ എങ്ങനെ എത്രത്തോളം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, എത്രത്തോളം നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു, ആ റിട്ടേൺസിൽ എത്രത്തോളം ഇൻക്രീസ് ഉണ്ടാകുന്നു ഓരോ വർഷം കഴിയുമ്പോഴും, അതിനെയാണ് ലെവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. Leverage refers to the relationship between two interrelated variables. These variables may be cost, output, sales revenue, EBIT, earnings before interest and tax, EPS, earnings per share. ലെവറേജ് എന്ന് പറയുന്നത് സെയിൽസോ അല്ലെങ്കിൽ ഔട്ട്പുട്ടോ അല്ലെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ കോസ്റ്റോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റോ കോസ്റ്റോ ഈ പറഞ്ഞ ഇൻ്റർ റിലേറ്റഡ് വേരിയബിൾസ് തമ്മിലൊരു റിലേഷൻഷിപ്പിനെയാണ് ലെവറേജ് ഉദ്ദേശിക്കുന്നത്. Leverage refers to the percentage change in one variable corresponding to the percentage change in other variable. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കോസ്റ്റോ സെയിലോ അല്ലെങ്കിൽ സെയിൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റോ ഈ പറഞ്ഞ ഇൻ്റർ റിലേറ്റഡ് വേരിയബിൾസ് എന്ന റിലേഷൻഷിപ്പാണ് ലെവറേജ് നമ്മൾ പറഞ്ഞു. ഒരു വേരിയബിളിൽ കൊണ്ടുവരുന്ന ചേഞ്ച് കാരണം എങ്ങനെ മറ്റൊരു വേരിയബിളിനെ അത് അഫക്റ്റ് ചെയ്യുന്നു, എത്രത്തോളം പേഴ്സൻറ്റേജിൽ ചേഞ്ച് വരുന്നു. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് അഡ്വർടൈസ്മെൻ്റ് ഒരു വേരിയബിളാണ്, അതേപോലെ തന്നെ സെയിൽസ് ആണ് ഒരു വേരിയബിൾ. അപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സിൽ നമ്മൾ കൊണ്ടുവരുന്ന നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സിൽ നമ്മൾ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ്, ദ മോഡിഫിക്കേഷൻസ് ദാറ്റ് വി ബ്രിങ് ഇൻ ടു ദ അഡ്വർടൈസ്മെൻറ്റ്സ്, ആ ഒരു ചേഞ്ച് കാരണം ഹൗ ഇറ്റ് വിൽ അഫക്ട് ദ സെയിൽസ് ഓഫ് ദി ഓർഗനൈസേഷൻ, how it will affect the cost of the product, how it will affect the returns to the shareholders, how it will affect the reputation of the organization. അപ്പോൾ ഒരു വേരിയബിളിൽ കൊണ്ടുവരുന്ന ചേഞ്ച് അത് മറ്റൊരു വേരിയബിളിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ആ ഒരു പെർസെൻറ്റേജ് ചേഞ്ച്, അതിനെയാണ് ലെവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലെവറേജ് 3 തരത്തിലാണ് വരുന്നത്: ഫിനാൻഷ്യൽ ലെവറേജ്, ഓപ്പറേറ്റിംഗ് ലെവറേജ്, കമ്പൈൻഡ് ലെവറേജ്. ഫിനാൻഷ്യൽ ലെവറേജ്: the firm's ability to use fixed financial charges to magnify the effect of changes in earnings before interest and tax on a firm's earnings per share. നമ്മുടെ ഓർഗനൈസേഷൻ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടുകൾ, നമ്മുടെ ഓർഗനൈസേഷൻ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എമൗണ്ട്, ഫിനാൻഷ്യൽ എമൗണ്ട്സ്, ഫിനാൻഷ്യൽ അസറ്റ്സ് എങ്ങനെ ആ ഓർഗനൈസേഷനെ ഫ്രൂട്ട്ഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നു സോ ദാറ്റ് ആ ഓർഗനൈസേഷൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതിനെയാണ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത്. അഥവാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുന്നോ, അതല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലെ ചേഞ്ചസ് കാരണം ഏർണിങ്സ് പെർ ഷെയർ, ഒരു ഷെയറിന്, ഒരു ഇക്വിറ്റി ഷെയറിന് എത്രയാണ് ഇൻകം നമുക്ക് ലഭിക്കുന്നത്, എത്രയാണ് അതിൻ്റെ ഏർണിങ്സ്, അതിലെന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുന്നോ, ഈ ഒരു എബിലിറ്റീനെയാണ് ഫിനാൻഷ്യൽ ലെവറേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ ലെവറേജ്. ഫിനാൻഷ്യൽ ലെവറേജ് മേ ബി ഫേവറബിൾ ഓർ അൺഫേവറബിൾ. ഫിനാൻഷ്യൽ ലെവറേജ് 2 തരത്തിലാണ്, ഫേവറബിളും അൺഫേവറബിളും. ഫേവറബിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. If the earnings by the use of fixed cost bearing securities is more than their fixed cost, it is known as favorable financial leverage. അതായത് ഒരു ഓർഗനൈസേഷൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ, നമുക്ക് ഇക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ, ഡിബെഞ്ചേഴ്സ് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഈ ഒരു എമൗണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട റിട്ടേണിന് നമ്മൾ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഫേവറബിൾ ഫിനാൻഷ്യൽ ലെവറേജ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ കോമ്പോണൻസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട്, അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഡിബെഞ്ചേഴ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ഏർണിങ്സ്, അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം വെൻ ഇറ്റ് ഈസ് മോർ ദാൻ ദ ഇൻട്രസ്റ്റ് ടു ബി പെയ്ഡ് അല്ലെങ്കിൽ ദ ഡിവിഡൻഡ് ടു ബി പെയ്ഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്, ആ ഒരു സിറ്റുവേഷനെയാണ് ഫേവറബിൾ ഫിനാൻഷ്യൽ ലെവറേജ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന് അവർക്ക് കിട്ടുന്ന ഇൻകം
when it is more than the expense they have to meet. ഇവിടെ എക്സ്പെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ഡിബെഞ്ചേഴ്സിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റിനെയോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ഡിവിഡൻറ്റിനെയോ ആണ് എക്സ്പെൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ക്യാപിറ്റൽ സ്ട്രക്ചർ കമ്പോണൻസ് ഡിബെഞ്ചേഴ്സ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു ഓർഗനൈസേഷൻ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്കത് നമുക്ക് എന്താണ് ഇൻകം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഏർണിങ്സ് എത്രയാണ് ലഭിക്കുന്നത്, അത് വെനെവർ ഇറ്റ് ഇസ് ഹയർ ദാൻ ദി എക്സ്പെൻസ് ടു ബി മെറ്റ്, അതായത് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതായിട്ട് ഹയർ ആയിട്ട് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ഫേവറബിൾ കണ്ടീഷനാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഫേവറബിൾ ഫിനാൻഷ്യൽ ലെവറേജ്. If the firm's earnings are less than the cost of borrowed funds, it is called as unfavorable financial leverage. നേരെ അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് എക്സ്പെൻസ് ഈസ് ഹയർ ദാൻ പ്രോഫിറ്റ്, എക്സ്പെൻസ് ഈസ് ഹയർ ദാൻ ഇൻകം. ഓർഗനൈസേഷന് ലഭിക്കുന്ന ഏർണിങ്സ് when it is less than the interest or the dividend to be paid to the debenture holders or the preference shareholders or the equity shareholders, then it is known as unfavorable financial leverage. Favorable financial leverage നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഫിനാൻഷ്യൽ ലെവറേജ് നമ്മൾ ക്യാപിറ്റൽ ലെവറേജ് എന്ന് പറയുകയും അതേപോലെ ഫേവറബിൾ ഫിനാൻഷ്യൽ ലെവറേജ് നമുക്ക് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുകയും നമുക്ക് ചെയ്യും. നമ്മൾ ഫിനാൻഷ്യൽ ലെവറേജ് കാൽക്കുലേഷനിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഏർണിങ്സ് പെർ ഷെയർ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫോർമാറ്റ് ഫോർ കാൽക്കുലേഷൻ ഓഫ് EPS, ഏർണിങ്സ് പെർ ഷെയർ. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ലെസ് ഇൻട്രസ്റ്റ് ഓഫ് ഡിബെഞ്ചേഴ്സ് നമുക്ക് ലഭിക്കും ഏർണിങ്സ് ബിഫോർ ടാക്സ് ലെസ് ടാക്സ് എമൗണ്ട് നമുക്ക് ലഭിക്കുന്നത് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഒന്നുകൂടി പറയാം, നമ്മൾ ഈ EPS അല്ലെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ EBIT, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയും. ചുരുക്കം പറഞ്ഞാൽ ഷോർട്ടായിട്ട് നമുക്ക് EBIT, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഈ EBITന്ന് നമ്മൾ ഇൻട്രസ്റ്റ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് നമ്മൾ ആദ്യം തന്നെ ഡിഡക്റ്റ് ചെയ്യും. EBITന്ന് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ EBITന്ന് I നമ്മൾ കുറയ്ക്കുന്നു, അപ്പോൾ നമുക്ക് EBT കിട്ടും, ഏർണിങ്സ് ബിഫോർ ടാക്സ് നമുക്ക് ലഭിക്കും. ഏർണിങ്സ് ബിഫോർ ടാക്സ് എമൗണ്ടിന് നമ്മൾ എത്രയാണ് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ടാക്സേഷൻ എമൗണ്ട് അത് ഡിഡക്റ്റ് ചെയ്യുന്നു. EBTന്ന് ടാക്സ് കുറയ്ക്കുന്നു, അതായത് T കുറയ്ക്കുന്നു, അപ്പോൾ നമുക്ക് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും, EAT. EBTന്ന് T കുറയ്ക്കുന്നു, ടാക്സ് കുറയ്ക്കുന്നു, അപ്പോൾ നമുക്ക് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. EPSൻ്റെ ഫോർമുല എന്ന് പറയുന്നത്, ഏർണിങ്സ് പെർ ഷെയറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. EAT, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് ഈ പറഞ്ഞ ഏർണിങ്സ് പെർ ഷെയറിൻ്റെ ഫോർമുല. നമുക്ക് EPS ബേസ് ചെയ്തിട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി കംപ്രൈസസ് ഓഫ് 2000 10% debentures of 100 and 10,000 equity shares of 10 rupees each. Tax rate is 50%. Calculate earnings per share if operating profit, അതായത് EBIT are 1 lakh, 1,60,000, 40,000. അപ്പോൾ നമ്മുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഏർണിങ്സ് പെർ ഷെയർ കാൽക്കുലേഷൻ ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ നേരത്തെ തന്നെ ഫോർമാറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ EBIT ബേസ് ചെയ്തിട്ടുള്ള ഫോർമാറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 3 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് നമുക്ക് തന്നത്. അപ്പോൾ ഇത് 3 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 1 lakh ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, 1,60,000 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, 40,000 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഈ 3 കാറ്റഗറിയിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്സ് വരികയാണെങ്കിൽ എത്രയായിരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ EPS എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഫോർമാറ്റ് നമ്മൾ നോക്കിയതാണ്. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിന് ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നു, ആ ഇൻട്രസ്റ്റ് ഫോർ ദ ഡിബെഞ്ചേഴ്സ് നമ്മൾ കുറയ്ക്കുന്നു, അപ്പോൾ നമുക്ക് ഏർണിങ്സ് ബിഫോർ ടാക്സ് ലഭിക്കുന്നു, EBT ലഭിക്കും. EBTന്ന് ടാക്സ് കുറയ്ക്കുന്നു, ടാക്സ് കുറച്ച് നമുക്ക് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ലഭിക്കും. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏർണിങ്സ് പെർ ഷെയർ ലഭിക്കും. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇൻട്രസ്റ്റ് എത്രയാണ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ് നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എത്രയാണ് നമുക്ക് നോക്കാം. 2000 ഡിബെഞ്ചർ ഹോൾഡേഴ്സാണ്, 2000 ഡിബെഞ്ചർ ഷെയർസാണ് നമ്മുടെ കയ്യിലുള്ളത്. 10% ഡിബെഞ്ചേഴ്സാണ് ഇൻട്രസ്റ്റ് വരുന്നത് ഓഫ് 100 rupees ഈച്ച്. 2000 into 100 എന്ന് പറയുന്നത് 2 lakh ഡിബെഞ്ചേഴ്സാണ്. 2 lakh rupeesൻ്റെ ഡിബെഞ്ചേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് 10%. 2 lakh into 10%, 20,000. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ടു ബി പെയ്ഡ് എന്ന് പറയുന്നത് 20,000 ആണ്. 2000 ഡിബെഞ്ചർ ഷെയർസ് ഉണ്ട്, ഇൻറ്റു 100 ഈച്ചാണ് വരുന്നത്. ദെർഫോർ ഇൻറ്റു 100, 2000 into 100 എന്ന് പറയുന്നത് 2 lakh ആണ്. ഇൻട്രസ്റ്റ് വരുന്ന 10% ഡിബെഞ്ചേഴ്സ് ആണ്. 2 lakh into 10% എന്ന് പറയുന്നത് 20,000. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത് 20,000 ആണ്.
നെക്സ്റ്റ് ആണ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ടാക്സ് റേറ്റ് നമുക്ക് 50% കോമൺ ആണ്, 50% നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ EBIT എന്ന് പറയുന്നത് 3 സെക്ഷനായിട്ട് തന്നിരിക്കുന്നത്. 1 ലക്ഷം, 1,60,000, 40,000 ഇങ്ങനെ 3 സെക്ഷൻ നമുക്ക് തന്നു. അപ്പോൾ നമ്മൾ ഫോർമാറ്റിൽ പോലെ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 3 കോളമായിട്ട്, അതായത് 1 ലാഖിൻ്റെ 1,60,000, 40,000 നമ്മൾ എഴുതി. ലെസ് ഇൻട്രസ്റ്റ് 2 lakh into 10%. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് കോമൺ ആണ്. 20,000, 20,000, 20,000 നമ്മൾ ഡിഡക്ട് ചെയ്യുന്ന 3 കോളത്തുനിന്നും. ഏർണിങ്സ് ബിഫോർ ടാക്സ് കോളം A 80,000, കോളം B 1,40,000, കോളം C 20,000. അതായത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 1 lakh ആയിരുന്നു കോളം A, അതിൽ നിന്ന് 20,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 80,000 ലഭിക്കുന്നു. കോളം B EBIT 1,60,000 മൈനസ് 20,000, EBT നമുക്ക് 1,40,000 ലഭിക്കുന്നു. കോളം C EBIT 40,000 മൈനസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് 20,000, നമുക്ക് 20,000 റുപ്പീസ് എമൗണ്ട് ലഭിക്കുന്നു. ദെർഫോർ ഏർണിങ്സ് ബിഫോർ ടാക്സ് നമുക്ക് ലഭിച്ചു. നെക്സ്റ്റ് എന്താണ്? ടാക്സ് കുറയ്ക്കണം. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് നമുക്ക് ലഭിക്കണം. അതിന് ടാക്സേഷൻ EBT നിന്ന് ടാക്സ് എമൗണ്ട് കുറച്ചാൽ മാത്രം മതി, EAT നമുക്ക് ലഭിക്കും. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് നമുക്ക് ലഭിക്കും. ഇവിടെ ടാക്സ് എന്ന് പറയുന്നത് 50%. EBTയുടെ ഏർണിങ്സ് ബിഫോർ ടാക്സിൻ്റെ 50% ഡിഡക്റ്റ് ചെയ്യേണ്ടത്. കോളം A 80,000 EBT, ടാക്സ് 50%, ദാറ്റ് ഈസ് 40,000. കോളം C 1,40,000 EBT, tax 50%, that is 70,000. Column C 20,000 EBT, tax amount 50%, that is 10,000 rupees. Therefore earnings after tax എന്ന് പറയുന്നത് EBT എന്ന ടാക്സ് എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് കോളം A 40,000, കോളം C 70,000, കോളം B 70,000, കോളം C 10,000. അപ്പോൾ നമുക്ക് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഏർണിങ്സ് പെർ ഷെയർ ആണ്, EPS ആണ്. EPSൻ്റെ ഫോർമുല എന്താണ്? ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഇവിടെ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? 10,000 ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. Therefore ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, അതായത് 40,000 ഡിവൈഡഡ് ബൈ 10,000, കോളം A 4 റുപ്പീസ് 4 ആണ് ഏർണിങ്സ് പെർ ഷെയർ വരുന്നത്. കോളം B 70,000 ഡിവൈഡഡ് ബൈ 10,000 റുപ്പീസ് 7 ആണ് ഏർണിങ്സ് പെർ ഷെയർ. കോളം C 10,000 ഡിവൈഡഡ് ബൈ 10,000 റുപ്പി 1 ആണ് EPS അല്ലെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കാൽക്കുലേഷൻ വരുന്നത്, EPSൻ്റെ കാൽക്കുലേഷൻ. ആ ഫോർമാറ്റ് ഫോളോ ചെയ്താൽ മാത്രം മതി. EBIT മൈനസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് EBT ലഭിക്കും. EBT നിന്ന് ടാക്സ് കുറയ്ക്കണം, അപ്പോൾ നമുക്ക് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ലഭിക്കുന്നു. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് EPS ഏർണിങ്സ് പെർ ഷെയർ നമുക്ക് ലഭിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫ്രം ദ ഇൻഫോർമേഷൻ ഗിവൺ ബിലോ calculate EPS earnings per share of A Limited and B Limited assuming 20% before tax rate on return on asset, 10% before tax rate of return on asset. A Limited, B Limited, asset എന്ന് പറഞ്ഞാൽ 20 lakhs, B Limited 20 lakhs. Debentures 12%, A Limited നില്ലാണ്, B Limited 10 lakhs. Equity 20 lakhs A Limited, B Limited 10 lakhs. Assume 50% tax in both cases. Also comment on the financial leverage. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ EPS കാൽക്കുലേഷൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ ഈ കമൻറ്റ് ഓൺ ഫിനാൻഷ്യൽ ലിവറേജ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ, ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാൽക്കുലേറ്റ് EPS. ഈ ഒരു ക്വസ്റ്റ്യൻ 2 കമ്പനീനെ കുറിച്ചാണ് പറയുന്നത്. A ലിമിറ്റഡ് കമ്പനിയും B ലിമിറ്റഡ് കമ്പനിയും നമുക്ക് വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു ക്വസ്റ്റിന് തന്നെ 2 പാർട്ട് വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 20% ബിഫോർ ടാക്സ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ അസറ്റും, സെക്കൻഡ് പാർട്ട് 10% ബിഫോർ ടാക്സ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ അസറ്റ് എന്നാണ് പറയുന്നത്. അതായത് EBITനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. EBIT എന്ന് പറയുന്നത് എന്താ ഫുൾ ഫോം? ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. എ പാർട്ടിൽ പറയുന്നത് 20% ബിഫോർ ടാക്സ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ അസറ്റ്. അസറ്റിൻ്റെ മുകളിൽ 20% ആണ് നമുക്ക് റിട്ടേൺ ലഭിക്കുന്നത്. അസറ്റിൻ്റെ മുകളിൽ നമുക്ക് റിട്ടേൺ ലഭിക്കുന്നതിന് നമ്മൾ EBIT അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 20% ബിഫോർ ടാക്സ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ അസറ്റ് എന്ന് പറയുന്ന EBITനെയും അതേപോലെ 10% എന്ന് പറയുന്നതും EBIT ആണ്. അപ്പോൾ EBIT 2 തരത്തിൽ 20%ഉം 10%ഉം പറയുന്നു. അതേപോലെ തന്നെ A ലിമിറ്റഡും B ലിമിറ്റഡിൻ്റെയും കാൽക്കുലേഷൻ ഏർണിങ്സ് പെർ ഷെയർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിത് 4 കോളമായിട്ട് തിരിക്കാം.
എ ലിമിറ്റഡ് 2 കോളം, ബി ലിമിറ്റഡ് 2 കോളമാണ് വരുന്നത്. എ ലിമിറ്റഡിൻ്റെ അടിയിൽ തന്നെ 20% EBIT-യും 10% EBIT. അതേപോലെ ബി ലിമിറ്റഡിൻ്റെ അടിയിലും 20% EBIT, 10% EBIT. ഇനി EBIT ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പറയുന്നത് 20% ബിഫോർ ടാക്സ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ അസറ്റിൻ്റെ മുകളിലാണ് 20% EBIT പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന അസറ്റ്സ് എത്രയാണ്, അതിൻ്റെ മുകളിൽ 20% ആണ്, അല്ലെങ്കിൽ 10% ആണ്. പാർട്ട് ബിയിൽ പറഞ്ഞ 10% ആണ്. ഓക്കെ, അപ്പോൾ 20% എ പാർട്ടും 10% ബി പാർട്ടും നമുക്ക് തന്നിരിക്കുന്ന അസറ്റിൻ്റെ മുകളിലാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇക്വിറ്റി ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെയർഫോർ സൊല്യൂഷനോട് നമുക്ക് വരാം. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ 4 കോളമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എ ലിമിറ്റഡിന് 2 കോളം, ബി ലിമിറ്റഡ് 2 കോളം. എ ലിമിറ്റഡ് ഫസ്റ്റ് കോളം 20%-ലും സെക്കൻഡ് കോളം 10%-ലും. ബി ലിമിറ്റഡിൻ്റെ തേർഡ് കോളം വരുന്നത് 20%-ഉം ഫോർത്ത് കോളം 10%-ലും വരുന്നു. ഈ 4 ബേസിസിൽ നമ്മൾ EPS ഏർണിങ്സ് പെർ ഷെയർ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത ഫോർമാറ്റ് അതേ തന്നെ നമുക്ക് ഫോളോ ചെയ്താൽ മാത്രം മതി. ഇതിലൊരു എക്സ്ട്രാ കാൽക്കുലേഷൻ വരുന്നത് EBIT കാൽക്കുലേഷനാണ്. EBIT തന്നിരിക്കുന്നത് 20% ബിഫോർ ടാക്സ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ അസറ്റ്. അസറ്റിൻ്റെ മുകളിൽ 20%, അതായത് എ ലിമിറ്റഡിൻ്റെ അസറ്റ് പറയുന്നത് 20 lakhs ആണ്. 20 lakhsന് മുകളിൽ 20% റിട്ടേൺ, ദാറ്റ് ഈസ് 4 lakh EBIT. അതേപോലെ തന്നെ ബി ലിമിറ്റഡിലോട്ട് പോയി കഴിഞ്ഞാൽ അസറ്റിന് മുകളിൽ 20 lakhs, 20 lakhsന് മുകളിൽ 20%, ദാറ്റ് ഈസ് 4 lakh. ഇതേ കാര്യം തന്നെയാണ് 10%-ലും. 20 lakhsന് മുകളിൽ 10%, 2 lakhs. ബി ലിമിറ്റഡിലും 10% പറയുന്നു, EBIT 2 lakhs. അപ്പോൾ EBIT നമുക്ക് എ ലിമിറ്റഡ് 20%-ലും 10%-ലും ബി ലിമിറ്റഡിൽ 20%-ഉം 10% നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. കോളം എ EBIT 4 lakhs, കോളം ബി EBIT 2 lakhs, കോളം സി EBIT 4 lakhs, കോളം ഡി EBIT 2 lakhs. അപ്പോൾ നമുക്ക് 4 കോളത്തിൻ്റെ EBIT ലഭിച്ചു. ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്നത് 20% ആണ്, അസറ്റിന് മുകളിൽ 20% ആണ് EBIT നമുക്ക് പറഞ്ഞു, അല്ലെങ്കിൽ 10% ആണ് EBIT എന്നും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ 20 lakhsന് മുകളിൽ അസറ്റിന് മുകളിൽ 20%-ഉം 10%-ഉം അപ്ലൈ ചെയ്തു എന്ന് മാത്രം. EBIT ലഭിച്ചു. ദ ഫോർമാറ്റ് ഫോളോയിങ് ആസ് ഇൻട്രസ്റ്റ് കുറയ്ക്കണം, EBIT ലഭിക്കും. EBIT നിന്ന് ടാക്സ് കുറയ്ക്കണം, EAT ലഭിക്കും. EAT ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി നമുക്ക് ഏർണിങ്സ് പെർ ഷെയർ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. എ ലിമിറ്റഡിൽ ഡിബെഞ്ചേഴ്സ് ഒന്നുമില്ല, പക്ഷേ ബി ലിമിറ്റഡിൽ 10 lakhs ഡിബെഞ്ചേഴ്സ് ഉണ്ട്. 12% ആണ് അതിന് ഇൻട്രസ്റ്റ് വരുന്നത്. ദെയർഫോർ 10 lakhs into 12% എന്ന് പറയുന്നത് 1,20,000. അപ്പോൾ എ ലിമിറ്റഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് കുറയ്ക്കാനായിട്ടൊന്നുമില്ല, പക്ഷേ ബി ലിമിറ്റഡിൽ ഇൻട്രസ്റ്റ് കുറയ്ക്കാണ്ട് 1,20,000 ഫോർ 20% ആൻഡ് 10%. ദെയർഫോർ ഏർണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ബിഫോർ ടാക്സ്, ഏർണിങ്സ് ബിഫോർ ടാക്സ് EBT എന്ന് പറയുന്നത് ഫോർ എ ലിമിറ്റഡ് എ കോളം 4 lakhs, ബി കോളം 2 lakhs, ബി ലിമിറ്റഡ് സി കോളം 2,80,000, ഡി കോളം 80,000. 4 lakhsന്ന് 1,20,000 കുറയ്ക്കുന്നു, ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നു, ദാറ്റ് ഈസ് 2,80,000 ആൻഡ് 80,000. അപ്പോൾ നമുക്ക് EBT ഏർണിങ്സ് ബിഫോർ ടാക്സ് നമുക്ക് ലഭിച്ചു. അതിൽ നിന്ന് ടാക്സ് എമൗണ്ട് എത്രയാണ് തന്നിരിക്കുന്നത് ഡയറക്റ്റ് നമുക്ക് കുറച്ചാൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 50% ആണ് ടാക്സ് വരുന്നത്. 2 കേസസിലും, എ ലിമിറ്റഡ് ആയാലും ബി ലിമിറ്റഡ് ആയാലും 20%-ലും 10%-ലും 50% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. ദെയർഫോർ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്, എ കോളം 2 lakhs, ബി കോളം 1 lakh, സി കോളം 1,40,000, ഡി കോളം 40,000. ടാക്സ് 50% ആ 50% നമ്മൾ EBTയുടെ 50% എടുക്കേണ്ടത്. ആ EBT നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു. 4 lakhsൻ്റെ 50% എന്ന് പറഞ്ഞാൽ 2 lakhs ആണ്. EBTന്ന് ടാക്സ് കുറയ്ക്കുന്നു, EAT നമുക്ക് ലഭിക്കുന്നു. അതേപോലെ 2 lakhsൻ്റെ 50% പറഞ്ഞാൽ 1 lakh ആണ്. 2,80,000 50% പറഞ്ഞാൽ 1,40,000. അപ്പോൾ EBTന്ന് ടാക്സ് കുറച്ച് നമുക്ക് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് നമുക്ക് ലഭിക്കും. EPS കണ്ടുപിടിക്കാൻ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് നമുക്കറിയാം. നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് എ ലിമിറ്റഡ് 20 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each, ബി ലിമിറ്റഡ് 10 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each. അപ്പോൾ എ ലിമിറ്റഡിൽ വരുന്ന നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 20 lakh ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് 2 lakhs ഇക്വിറ്റി ഷെയർസും, ബി ലിമിറ്റഡിൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 10 lakh ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഈസ് 1 lakh.
നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമുക്ക് ലഭിച്ചു. ദെയർഫോർ EPS ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 2 lakh divided by 2 lakh, that is 1 rupee. B column 1 lakh divided by 2 lakh, that is 0.5, 50 പൈസ പെർ ഷെയർ ആണ് ഏർണിങ്സ് വരുന്നത്. ബി ലിമിറ്റഡിൽ സി കോളം പറയുന്നത് 1,40,000 ഡിവൈഡഡ് ബൈ 1 lakh, ദാറ്റ് ഈസ് 1.4, 1 രൂപ 40 പൈസയാണ് ബി ലിമിറ്റഡിൽ 20% അടിയിൽ നമുക്ക് ലഭിക്കുന്ന EPS ഏർണിങ്സ് പെർ ഷെയർ. ഡി കോളം 40,000 ഡിവൈഡഡ് ബൈ 1 lakh, ദാറ്റ് ഈസ് 0.4. അപ്പോൾ ബി കോളത്തിൽ ബി ലിമിറ്റഡ് കമ്പനിയിൽ ഒരു ഷെയറിന് നമുക്ക് 40 പൈസയാണ് ഏർണിങ്സ് നമുക്ക് ലഭിക്കുന്ന 10% അടിയിൽ നമ്മൾ നോക്കുമ്പോൾ. Therefore, EPS for column A 1 rupee, column B 0.5, 50 paise, column C 1.4 and column D 0.4, 40 paise. ഇതാണ് ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏർണിങ്സ് പെർ ഷെയറിൻ്റെ കാൽക്കുലേഷൻ. ആ ഫോർമാറ്റ് എന്താണ് അത് ഫോളോ ചെയ്താൽ മാത്രം മതി. EBIT മൈനസ് ഇൻട്രസ്റ്റ്, EBT ലഭിക്കും, EBT മൈനസ് ടാക്സ്, EAT ലഭിക്കും, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏർണിങ്സ് പെർ ഷെയർ നമുക്ക് ലഭിക്കും. ഒരു ഷെയറിന് നമുക്ക് എത്രയാണ് വാല്യൂ ലഭിക്കുന്നത്, എത്രയാണ് ഏർണിങ്സ് ലഭിക്കുന്നത്, അതിൻ്റെ കാൽക്കുലേഷൻ നമ്മളിപ്പോൾ നോക്കിയത്. അടുത്തത് ഫിനാൻഷ്യൽ ലെവറേജ് ആണ് ടോപ്പിക് വരുന്നത്. ഈ ഒരു സെക്ഷൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ആൾ.